ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ സൗദി അറേബ്യയിലെ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ പാർക്കിലേക്ക് പോകുന്ന ഒരു വീഡിയോ ആണ്. പാർക്കിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് രാവിലെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് എക്സസൈസ് ചെയ്യാനായിട്ട് പാർക്കിൽ പോകാറുണ്ട്. അപ്പം ഞങ്ങൾ വിളിക്കാറുണ്ട്. ഞാൻ രാവിലെ എഴുന്നേൽക്കണ മടി കൊണ്ട് ഞാൻ പോകാറില്ല ഗൈസ്. ഇന്നിപ്പോൾ കുറച്ച് നേരത്തെ എഴുന്നേറ്റ്, അപ്പോൾ പിന്നെ ഞങ്ങളും പോകാമെന്ന് കരുതി അങ്ങനെ ഞങ്ങൾ റെഡിയായി. ഞങ്ങളും വണ്ടി കയറി അങ്ങനെ ഞങ്ങൾ പാർക്കിലേക്ക് പോവുകയാണ്. അപ്പോൾ പോണ വഴിയിൽ ഒരിക്കാനും കൂടെ എടുക്കാനുണ്ട്. ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് ഒരുക്ക ആളുടെ വീട്ടിൽ പോയി എടുക്കണം. അപ്പോൾ ആളെ എടുക്കാനായിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. റിയാസ്ക്കാടെ വീട്ടിലേക്കാണ് പോകുന്നത്. അങ്ങനെ റിയാസ് ഖാൻ എടുക്കാൻ ഞങ്ങൾ നേരെ ആളുടെ വീട്ടിലേക്ക് പോവുകയാണ്. അതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്നാണ് പാർക്കിലേക്ക് പോവുക. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റതിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. രാവിലെ എഴുന്നേക്കാൻ ഇത്തിരി മടിയാണ്. ഇപ്പോൾ ഇവിടെ വന്നേ പിന്നെ ഇവിടെ നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് കുറച്ച് വൈകിയാണ് എഴുന്നേൽക്കാറ്. അങ്ങനെ ഞങ്ങൾ റിയാസ്ക്കാടെ വീടിൻ്റെ അവിടെയൊക്കെ ഏകദേശം എത്താറായി. അങ്ങനെ നേരെ അങ്ങോട്ട് പോയി റിയാസ് ഖാനെ വിളിക്കാനായിട്ട് പോയി. ഫോണിൽ വിളിച്ചിട്ട് ആളെടുക്കുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ നേരെ വീട്ടിൽ പോയി വിളിക്കാൻ വേണ്ടി അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇവിടെ ഈ കുന്നും മലയൊക്കെയാണ്. നമ്മളെ ഈ മൂന്നാർ ആ ഒരു സ്ഥലത്തൊക്കെ പോലെ ഒരു ഏകദേശം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സ്ഥലങ്ങൾ. മലയും കുന്നും അങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളാണ്. അങ്ങനെ ഞങ്ങൾ റിയാസ്ക്കാടെ വീട്ടിലെത്തി. എൻ്റെ കെട്ടിയോൻ ആളെ വിളിക്കാനായിട്ട് അങ്ങോട്ട് ഇറങ്ങി. കുറേ വിളിച്ച്, പക്ഷേ ആൾ ഡോറ് തുറക്കുന്നുണ്ടായില്ല, നല്ല ഉറക്കത്തിലായിരുന്നു. അങ്ങനെ വാതിലിലൊക്കെ പോയി കുറേ നേരം തട്ടി. അങ്ങനെ റിയാസ് ഖാൻ എഴുന്നേറ്റ്. അപ്പോൾ റിയാസ് ഖാനെ എഴുന്നേൽപ്പിച്ച് ആളിങ്ങനെ ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് പോയി. അപ്പോഴത്തേനും ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഹസ്ബൻഡ് വന്ന് വെയിറ്റ് ചെയ്ത് അവിടെ ഇരുന്ന്. ഞങ്ങളപ്പോൾ ബാക്കിലേക്ക് ഇറങ്ങിയിരുന്നു. റിയാസ് ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഫ്രണ്ടിൽ ഇരിക്കാമല്ലോ. അപ്പോൾ ഞാനും മോനും ബാക്കിലേക്ക് ഇറങ്ങിയിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം കൂടെ അവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്തിരുന്ന്. ആൾ ഫ്രഷായി വരുന്നവരും കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നു. മോനാണെങ്കിൽ ഉറക്കത്തിൽ നിന്ന് രാവിലെ എണീറ്റതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളിലാണ്. അവന് തീരെ എഴുന്നേൽക്കാറില്ല. ഇപ്പോൾ ഇവിടെ വന്നേ പിന്നെ കുറച്ച് ഉറങ്ങി മതിയായിട്ടാണ് എഴുന്നേൽക്കാറ്. അങ്ങനെ അവനായിട്ട് പാർക്കിലേക്കൊക്കെ പോകാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾ നല്ല ഉഷാറായിട്ടൊക്കെയാണ് വന്നത്. പക്ഷേ വണ്ടി കയറിയപ്പോൾ ഉറക്കം വരുന്നതെന്ന് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പാർക്കിലേക്ക് പോയി. പാർക്കിലേക്ക് റിയാസ്ക്ക് വന്ന് കയറി. അങ്ങനെ റിയാസ്ക്ക് എൻ്റെ ഹസ്ബൻഡും കൂടി അങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്. ഞാനിങ്ങനെ ബാക്കിലിരുന്ന് വീഡിയോസൊക്കെ എടുക്കുകയാണ്. ഇവിടെ ഇങ്ങനെ കല്ലും മലയും കുന്നൊക്കെയാണ് ഗൈസ്. നിറയെ കല്ലുകളും മലകളും മാത്രമേ കാണാനുള്ളൂ. കണ്ടാൽ നല്ല അടിപൊളി വ്യൂ ആണ്. ദൂരെ നിന്നൊക്കെ നോക്കുമ്പോൾ അതൊക്കെ നല്ല വലിയ മലകളാണ്. നമ്മൾ ഈ ഊട്ടി, കൊടൈക്കനാൽ, മൂന്നാറിലൊക്കെ പോയി കാണുന്ന അതേ സംഭവങ്ങളൊക്കെ തന്നെയാണ് ഞാൻ വന്നിട്ട് ഇവിടെ കണ്ടത്. ഇത് ഇവിടുത്തെ ഒരു വലിയൊരു ഹോസ്പിറ്റലാണ്. അങ്ങനെ ഞങ്ങൾ നേരെ പാർക്കിൻ്റെ അവിടെ ഏകദേശമൊക്കെ എത്താറായി. അങ്ങനെ കുറച്ചും കൂടെ ഉള്ളൂ എനിക്ക് പാർക്കിലേക്ക് എത്താനായിട്ട്. അത് സൗദിയുടെ ഫ്ലാഗ് ഇങ്ങനെ പാറി പറക്കുന്നുണ്ട് ഗൈസ്. നല്ല കാറ്റുള്ളതുകൊണ്ട് നല്ല അടിപൊളി രസമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ഇന്ത്യയുടെ ഫ്ലാഗ് പോലെ ഇവിടെ സൗദിയുടെ ഫ്ലാഗ് പാറി നടക്കുന്നു. അങ്ങനെ നേരെ ഞങ്ങൾ പാർക്കിൻ്റെ അവിടെ ഏകദേശം എത്താറായി. ഇനി കുറച്ച് പേരും കൂടെ ഉണ്ട്. അവർ വേറെ വണ്ടിയിൽ അവിടെ എത്തിയിട്ടുണ്ടാകും. അങ്ങനെ അവരവിടെ എത്തി ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി നേരെ പാർക്കിൻ്റെ അകത്തേക്ക് പോവുകയാണ്. ഇവരിങ്ങനെ എക്സസൈസ് ചെയ്യണ ഒരു ടീമാണ്. ഒരു 5-6 ആളുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും അങ്ങോട്ട് പോയി. മോനാണെങ്കിൽ അവരെ കൂടെ അങ്ങോട്ട് നടക്കുകയാണ്. ഇത് ഇവിടുത്തെ മറ്റേ നീല പൂക്കളൊക്കെ ഉണ്ടാക്കുന്ന മരമില്ലേ, അതാണ് ഗൈസ്. നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ആ ഒരു പാർക്കാണിത്. അപ്പോൾ അവരിവിടെ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഞാനപ്പോൾ പതുക്കെ അവിടെ നിന്ന് മാറി അവരെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് വിചാരിച്ച് ഞാനും മോനെയായിട്ട് ഇങ്ങനെ അവിടെയൊക്കെ നടക്കാൻ വേണ്ടി ഇങ്ങനെ പോയി. അവനൊന്ന് ഉഷാറാവാൻ വേണം. അപ്പോൾ ഞങ്ങളങ്ങനെ നടന്ന് ഇവിടെയൊക്കെ ഇങ്ങനെ കല്ല് വെച്ച് കെട്ടിയേക്കാണ്. മൊത്തത്തിൽ കല്ല് വെച്ച് കെട്ടി ഒരു തട്ടായിട്ടാണ് ഈ പാർക്ക് ഇരിക്കുന്നത്. അത് കുറച്ച് ഹൈറ്റുള്ള പാർക്കാണ്. അത് ഇങ്ങനെ സ്റ്റെപ്പ് കുറേ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ട്, കയറാൻ ഇറങ്ങാനൊക്കെ. അങ്ങനെ ഞങ്ങൾ നേരെ പാർക്കിൻ്റെ അകത്ത് കൂടെ ഉള്ളിലൊക്കെ ഇങ്ങനെ നടക്കാൻ തുടങ്ങി. ഇവിടെ വെയിലുണ്ടെങ്കിലും നല്ല കാലാവസ്ഥ തന്നെയാണ്. ഇവിടെ തണുപ്പാണല്ലോ പൊതുവെ, പക്ഷേ ഇത്തവണ മാത്രം കുറച്ച് ചൂടാണ്. ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര കടുത്ത ചൂടൊന്നുമില്ല, എന്നാലും ഒരു ചൂടുണ്ട്. ഒരു ഉച്ച സമയം വരെ, ഉച്ച കഴിഞ്ഞാൽ നല്ല കാലാവസ്ഥയാണ്. അങ്ങനെ ഞങ്ങൾ ഇത് ഇരിക്കാനൊക്കെ ഉള്ള സെറ്റപ്പാണ് ഇവിടെ. വരുന്നവർക്കൊക്കെ ഇരിക്കാനൊക്കെ ഉള്ള ഇതാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ നടന്ന് നമ്മുടെ നാട്ടിലെ ബൊഗെയിൻ വില്ലയില്ലേ, അതാണത്. ഒരുപാടുണ്ട് ഇവിടെ. ഇവിടെയൊക്കെ ആൾക്കാർ ഇങ്ങനെ ഫുഡ് കഴിക്കാനൊക്കെ ഇരിക്കുന്ന ഒരു സ്ഥലങ്ങളാണ്. ഇവർ ഈ അറബികളൊക്കെ കൂടുതലും ഇവരിങ്ങനെ പാർക്കിലും അവിടെ ഇവിടെയൊക്കെ വന്ന് ഫാമിലിയായിട്ട് ഒക്കെ ഇരുന്നിട്ടാണ് ഫുഡ് കഴിക്കുക. അപ്പോൾ അവരൊക്കെ വന്നിരിക്കുന്ന കുറേ സ്ഥലങ്ങളാണ്. ഇന്നിപ്പോൾ നല്ല ശാന്തമായിട്ട് കിടക്കുകയാണ് പാർക്ക്. അല്ലെങ്കിൽ നല്ലോണം ആൾക്കാരൊക്കെ ഉണ്ടാവാറുണ്ട്.
ഇന്നിപ്പോൾ ആൾക്കാരൊക്കെ വളരെ കുറവാണ്. കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. കണ്ടോ, ഇത് നമ്മുടെ നാട്ടിലുള്ള ബൊഗെയിൻ വില്ല, എന്താ കടലാസ് പൂ എന്നൊക്കെ പറയും ആ സാധനമാണ്. ഇതിവിടെ ഇങ്ങനെ പല കളറിൽ കുറേ ഉണ്ട്. പല വീടുകളിലും ഉണ്ട്, ഇവിടെ പാർക്കുകളിലൊക്കെ ഇങ്ങനെ നന്നായിട്ടുണ്ട് ഇത്. അങ്ങനെ ഞങ്ങൾ പാർക്കിൻ്റെ അവിടെ എത്തി. മോന് കളിക്കാൻ വേണ്ടി ഇങ്ങനെ അവനവിടെ കളിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാനപ്പോൾ ഇവിടെ ഇങ്ങനെ കുറച്ച് നേരം നിന്നു, അവനൊന്ന് ഉഷാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അവനിങ്ങനെ കളിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. ഞാനപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു ഞാനിവിടെ ഇരിക്കാം, മോന് കളിച്ചോ എന്നും പറഞ്ഞ് ഞാനിങ്ങനെ നടന്നപ്പോൾ അവൻ എൻ്റെ പുറകെ അങ്ങോട്ട് പോന്നു. അപ്പോൾ വീണ്ടും ഞാൻ വന്ന് അവിടെ നിന്ന് കുറച്ച് നേരം കളിപ്പിച്ച് അതിന് ശേഷം ഞാൻ പതുക്കെ ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി ഇങ്ങനെ നീങ്ങി. ഇതൊക്കെ വയലറ്റ് പൂവുണ്ടാവണ ആയൊരു മരമാണ്. ഇവിടെ മൊത്തം മരം തന്നെയാണ്. ഈ പാർക്ക് ഫുള്ള് വളരെ കുറച്ചുള്ളൂ മറ്റ് മരങ്ങൾ. ഇത് കൂടുതലും ഈ ഒരു വയലറ്റ് പൂവ് നമ്മൾ വ്ളോഗർമാരൊക്കെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. സൗദിയിലത്തെ വയലറ്റ് പൂ നിറയെ ഉണ്ടാവുന്ന ഒരു പാർക്ക്, ആയൊരു പാർക്കാണിത്. ഇവിടുത്തെ പൂക്കളൊക്കെ ഏകദേശം കൊഴിഞ്ഞ് നന്നായിട്ടുണ്ടായിരുന്നു. പൂക്കളെല്ലാം കൊഴിഞ്ഞ് ഇല കുറവും നിറയെ പൂക്കളായിട്ടാണ് ഇത് ഉണ്ടാവാറ്. വയലറ്റ് കളറായിരിക്കും പാർക്ക് മൊത്തം. പക്ഷേ ഞങ്ങളിവിടെ എത്തിയപ്പോഴത്തേനും പൂക്കളൊക്കെ കൊഴിഞ്ഞ് താഴേക്ക് വീണെടുക്കുന്നുണ്ട്. ആ നിറയെ ഉണ്ടായ ഒരു സംഭവമൊക്കെ ഏകദേശം കഴിഞ്ഞ്, സീസൺ കഴിഞ്ഞ്. ഇനി അടുത്ത വർഷം ഉണ്ടാവുള്ളൂ അതുപോലെ. ഇപ്പോൾ മരത്തിനൊക്കെ നിറയെ ഇലകളൊക്കെ വന്ന് പൂക്കളൊക്കെ അവിടെ ഇവിടെയൊക്കെ കുറേശ്ശെ ഉണ്ട്, എന്നാലും കാര്യമായിട്ടില്ല. അങ്ങനെ അതിൻ്റെ ഇടയിൽ കുട്ടി കളിക്കാൻ പോയി. അവനിങ്ങനെ എൻ്റെ അടുത്ത് വീഡിയോ എടുക്കണ്ട, ഫോട്ടോ എടുക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവനിന്ന് എഴുന്നേറ്റതിൻ്റെ ചെറിയ പ്രശ്നം, നേരത്തെ എഴുന്നേറ്റതിൻ്റെ മൂഡ് ശരിയായിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അങ്ങനെ ഞാനിവിടെ വന്നിരുന്നു കുറച്ച് നേരം ഇരിക്കാമെന്ന് വിചാരിച്ച്. അവനവിടെ കളിക്കല്ലേ, ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണ കുട്ടികളൊക്കെ കളിക്കുമ്പോൾ പാരൻസിനൊക്കെ ഇരിക്കാനൊക്കെ ഉള്ള സ്ഥലമാണ്. ഞാനവിടെ ഇരുന്നപ്പോൾ എൻ്റെ പുറകെ വരികയാണ്. പിന്നെയും പറഞ്ഞു വിട്ട് കളിക്കാൻ ഞാൻ വീണ്ടും അവിടെ ഇരുന്നു കുറച്ച് നേരം കൂടെ. അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്ന്. വെയിലാണ്, അപ്പോൾ പിന്നെ എഴുന്നേറ്റ് നടക്കാനൊരു മടി. അപ്പോൾ അവിടെ ഇരുന്ന് ഇങ്ങനെ കുറച്ച് നേരം കൂടെ ഇരുന്ന് അവൻ കളിക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇരിക്കണതിൻ്റെ ഇടയിൽ കുറച്ച് വീഡിയോസൊക്കെ അങ്ങനെ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ എടുത്തതാണ് ഇതൊക്കെ. അവിടേക്ക് ഇങ്ങനെ ആൾക്കാർ നടക്കാൻ ഇറങ്ങിയിട്ടുണ്ട് രാവിലെ തന്നെ. അറബികളും അങ്ങനത്തെ ആൾക്കാർ കുറച്ച് നടക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം കളിയൊക്കെ കഴിഞ്ഞിട്ട് താഴേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. താഴേക്ക് ഇറങ്ങിയിട്ട് കുറച്ച് നേരം നടക്കാം, പിന്നെ ആ നീല വയലറ്റ് പൂക്കൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കാണിച്ചു തരാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. പക്ഷേ പൂക്കളുണ്ട്, എനിക്ക് കാണിക്കാൻ പറ്റുന്ന ഉയരത്തിലല്ല, കുറച്ച് ഹൈറ്റിലാണ് പൂക്കളുള്ളത്. പക്ഷേ അത് കാണാൻ പറ്റില്ല അങ്ങനെ താഴെ നിന്നെടുക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ വീണ്ടും അവിടേക്ക് ഇങ്ങനെ നടക്കുകയാണ്. കുറച്ച് നേരം നടന്ന്, നല്ല കാറ്റൊക്കെ ഉണ്ട്, ചെറിയൊരു തണുപ്പുണ്ട് വെയിലുണ്ടെങ്കിലും നല്ല കാറ്റും. അപ്പോൾ ഞങ്ങളിങ്ങനെ അവിടേക്ക് കുറേ നേരം നടക്കുകയാണ്. ഇതെന്തുട്ടാന്ന് എനിക്കറിയില്ല, എന്തോ വെള്ളം ഒക്കെ വെക്കുന്ന എന്തോ സാധനമാണ്. ഇവിടേക്ക് ഇങ്ങനെ ആൾക്കാർക്ക് ഇരിക്കാനുള്ള കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ സ്റ്റെപ്പൊക്കെ കയറി പോയ 3-4 തട്ടുണ്ട് ഈ ഒരു പാർക്ക്. ഇതിപ്പോൾ ഞങ്ങൾ താഴത്തെ തട്ടിൽ നിന്ന് വീണ്ടും മേലേക്ക് കയറുകയാണ്. ഇവിടെ ഇങ്ങനെ മയിലിൻ്റെ ഒക്കെ ഒരു പിക്ചറൊക്കെ പെയിൻറ്റ് ചെയ്തിട്ടിട്ടുണ്ട് സ്റ്റെപ്പിൽ. അങ്ങനെ ഞങ്ങൾ മേലേക്ക് കയറുകയാണ്. മേലെ പാർക്ക് തന്നെയാണ്, എല്ലായിടത്തും ഇങ്ങനെ കുട്ടികൾക്ക് കളിക്കുന്ന പാർക്ക്. 1-2 സ്റ്റെപ്പ് ഉണ്ട്, ഒരു മേലേക്ക് ആയിട്ട് ഇങ്ങനെ ഉണ്ട്. അപ്പോൾ അവൻ വീണ്ടും അവിടേക്ക് ഇങ്ങനെ കളിക്കാനുള്ള മൂഡില്ല. രാവിലെ എഴുന്നേറ്റതിൻ്റെ ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നു. അങ്ങനെ കുറേ നേരം കളിയൊക്കെ നടക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കുറച്ച് നേരം കൂടെ പോയി അവിടെ ഇരുന്നു. കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്തിരുന്നു. അവനവിടെയൊക്കെ നടക്കട്ടെ എന്ന് കരുതി ഞാനും അവിടെ ഇരുന്നുകൊണ്ട് വീണ്ടും കുറച്ചിങ്ങനെ വീഡിയോസൊക്കെ ഇങ്ങനെ മേലെ നിന്നുകൊണ്ട് താഴത്തെ വീഡിയോസൊക്കെ ഇങ്ങനെ കുറച്ചെടുത്തു. അതൊക്കെ എന്തൊക്കെയോ ബിൽഡിങ്ങുകൾ, വലിയ ബിൽഡിങ്ങുകളൊക്കെ ഇങ്ങനെ ഒരുപാടുണ്ട് അതിൻ്റെ അടുത്ത് തന്നെ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അവരുടെ വർക്കൗട്ട് കഴിഞ്ഞോ നോക്കാൻ വേണ്ടി പോവാണ്. ഞങ്ങൾ കുറച്ചവിടെ നടക്കണം. അവർ കുറച്ച് വേറെ സ്ഥലത്തും ഞങ്ങൾ വേറെ സ്ഥലത്തായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് നടന്ന് അങ്ങനെ ചെന്ന്, അപ്പോൾ അവൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, വീട്ടിൽ പോവാ ഉറങ്ങുക എന്നൊക്കെയാണ് പറയുന്നത്. നടന്ന് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ കഴിഞ്ഞിട്ടില്ല, അവരവിടെ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പിന്നെ കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടേക്ക് ഇങ്ങനെ ഇരിക്കാനുള്ള സ്ഥലങ്ങളാണ്. ഇവിടെയൊക്കെ ആൾക്കാരിങ്ങനെ ഫുഡൊക്കെ ആയിട്ട് വന്നിരുന്ന്, ഫാമിലിയൊക്കെ ആയിട്ട് ഇരുന്നവർ ഫുഡൊക്കെ കഴിച്ച് റിലാക്സ് ചെയ്തിരിക്കും പാർക്കിലൊക്കെ. അതിന് വേണ്ടിയിട്ടുള്ള കുറേ സ്ഥലങ്ങളുണ്ട് ഇവിടെ. നമ്മുടെ നാട്ടിലത്തെ പോലെ അല്ല, ഇവിടുത്തെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കൂടുതൽ ആൾക്കാർ പുറത്താണ് ഫുഡ് കഴിക്കാനായാലും. ഒരു ഫാമിലി ആയിട്ട് വന്ന് വീട്ടിൽ നിന്ന് കുറേ സാധനങ്ങളൊക്കെ ആയിട്ട് വന്ന് കുക്ക് ചെയ്ത് കഴിക്കുന്നവരുണ്ട്, വാങ്ങിക്കൊണ്ടുവന്ന് കഴിക്കുന്നവരുണ്ട്. അങ്ങനെ ഞാനപ്പോൾ മോനവരെ കൂടെ അങ്ങോട്ട് പോയി, എക്സസൈസ് ചെയ്യുന്നിടത്തേക്ക് പോയി. അപ്പം ഞാനിങ്ങനെ പതിയെ താഴേക്ക് ഇറങ്ങി. വീണ്ടും ഇവിടെ എവിടെയെങ്കിലും ആ പൂവുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. മരങ്ങൾ ഒരുപാടുണ്ട്, പക്ഷേ പൂ കുറവാണ്. അപ്പം ഉണ്ട് നമ്മുടെ നാട്ടിൽ കാണുന്ന ഈ ഒരു സാധനത്തിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. നമ്മളെ നാട്ടിൽ തോടിൻ്റെ വക്കത്തും പുഴേൻ്റെ സൈഡിലൊക്കെ ഉണ്ടാവുന്നത്
അത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് ഗൈസ്. അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ നാട്ടിലുള്ള ഒരുവിധ എല്ലാ സാധനങ്ങളും ഞാനിവിടെ കണ്ടിരുന്നു. അങ്ങനെ ഞാൻ കുറച്ചും കൂടെ നടന്ന് അവിടെയൊക്കെ നിൽക്കുന്ന മരങ്ങളൊക്കെ അത് തന്നെയാണ്, ആ വയലറ്റ് പൂവിൻ്റെ മരങ്ങൾ തന്നെയാണ്. ഇവിടെയൊക്കെ ആൾക്കാർ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളാണ്. അങ്ങനെ ഞാൻ ആ പൂ കണ്ടെത്തി ഗൈസ്. ഇതാണ് ആ പൂവ്. ഈ പൂവ് ഇങ്ങനെ നിറയെ ഈ മരം മൊത്തം ഉണ്ടാവും, ഇലയില്ലാതെ പൂവ് മാത്രമായിട്ട് ഇങ്ങനെ വയലറ്റ് കളറായിരിക്കും ഈ പാർക്ക് മൊത്തം. ആ സമയത്ത് കുറേ വീഡിയോസ് നമുക്ക് യൂട്യൂബിൽ നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടാവും. ആയ പൂവാണ് ഈ പൂ ഗൈസ്. ഇതിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല, വയലറ്റ് പൂ നമുക്കങ്ങനെ പറയാം. അപ്പം ഞാൻ ആ പൂവിൻ്റെ ഒരെണ്ണം പൊട്ടിച്ചെടുത്ത് അങ്ങനെ വീഡിയോ എടുത്താണ് ഇത്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കൂടെ അവിടെ നിന്ന് അങ്ങനെ അവരെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങളങ്ങനെ തിരിച്ചു പോകാൻ ഇറങ്ങി. തിരിച്ചു പോണ വഴിക്ക് എടുത്ത വീഡിയോ ആണിത്. അവിടെ ബൊഗെയിൻവില്ല നിന്ന് കാറ്റത്താടുന്നുണ്ട്. അങ്ങനെ നടക്കുകയാണ് ഫ്രണ്ടിൽ. പോകാൻ വേണ്ടി കുറേ നേരം അവനിങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പോവാന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ അവരുടെ എക്സസൈസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളങ്ങനെ പോകാൻ വേണ്ടി ഇറങ്ങി. വണ്ടി ഇട്ടോടത്തേക്ക് ഇങ്ങനെ നടന്ന് നേരെ വണ്ടി കയറി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു ഗൈസ്, നേരെ വീട്ടിലേക്ക് പോന്നു. 2 വണ്ടിയിലാണ് വന്നത്. ബാക്കിയുള്ളവരൊക്കെ മറ്റേ വണ്ടി കയറി, ഞങ്ങളുടെ വണ്ടിയിൽ പോന്നു. അങ്ങനെ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ഗൈസ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. സൗദി അറേബ്യയിലെ പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.